ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദേശികളെ സൗദി വിമാനത്താവളങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതായി വിമാന കമ്പനികൾ അറിയിച്ചു. ഉംറ വിസയിൽ ഭർത്താവിന്റെ അടുത്തേക്ക് വന്ന മലയാളി യുവതിയെയും മക്കളെയും കഴിഞ്ഞ ദിവസം ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചയച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മടക്കി അയക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും വിമാന കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. നേരത്തെ സൗദിയിലുണ്ടായിരുന്നവരെയാണ് പുതിയ തൊഴിൽ വിസയിലോ ഉംറ സന്ദർശക വിസകളിലോ എത്തുമ്പോൾ സൗദി വിമാനത്താവളങ്ങളിൽ നിന്നും തിരിച്ചയക്കുന്നത്. മുൻകാലങ്ങളിൽ സൗദിയിൽ വെച്ച് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരും മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ് തിരിച്ചയക്കപ്പെടുന്നവരിലേറെയും. കൂടാതെ മറ്റു GCC രാജ്യങ്ങളിൽ ക്രിമിനൽ കേസിൽ അകപ്പെട്ടവർക്കും പ്രവേശന വിലക്കുള്ളവർക്കും സൗദിയിലേക്ക് വരുന്നത് തടസ്സമാകാറുണ്ട്. ഹജ്ജ് കാലത്ത് അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടവരും വിവിധ കാരണങ്ങളാൽ സൗദിയിൽ നിന്നും നാട് കടത്തപ്പെട്ടവരും നിയമവിരുദ്ധമായി സൗദി വിട്ടവരും വീണ്ടും സൗദിയിലേക്ക് വരുമ്പോൾ എമിഗ്രേഷനിൽ പിടിക്കപ്പെടുന്നുണ്ടെന്നാണ് വിമാന കമ്പനികൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോടൊപ്പം സൗദിയിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് ഉംറ വിസയിലെത്തിയ മലയാളി യുവതിയെയും മക്കളെയും ഈ രീതിയിൽ തിരിച്ചയച്ചിരുന്നു. ഇങ്ങനെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സൗദി വിമാനത്താവളങ്ങളിൽ തടഞ്ഞു നിർത്തുന്ന യാത്രക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ്. എന്നാൽ അത് യാത്ര പുറപ്പെട്ട അതേ വിമാനത്താവളങ്ങളിലേക്ക് തന്നെയാകണമെന്നില്ല. സീറ്റിന്റെ ലഭ്യതയനുസരിച്ച് ഇന്ത്യയിലെ ഏത് വിമാനത്താവളങ്ങളിലേക്കുമാകാം. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ മടക്കയാത്രാ ടിക്കറ്റിന്റെ ചാർജും സൗദി വിമാനത്താവളത്തിൽ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളിലെ ഭക്ഷണത്തിന്റേതുൾപ്പെടെയുള്ള ചിലവുകളും നാട്ടിലെത്തിയാൽ യാത്രക്കാരനിൽ നിന്നും വിമാന കമ്പനികൾ ഈടാക്കുകയും ചെയ്യും. ഇങ്ങനെ തിരിച്ചയക്കുന്ന മലയാളികളുടെ എണ്ണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വർദ്ധിച്ചു വരികയാണെന്നും വിമാന കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.